ഹലോ ഓൾ, ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കരിയർ ജേണിയെക്കുറിച്ചാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം, ഞാനൊരു ടീച്ചറാണ്. കഴിഞ്ഞ 8-9 വർഷമായി ടീച്ചിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡുമാണ്. എൻ്റെ ചില വീഡിയോസിന് താഴെ സ്ഥിരം വരുന്ന കമൻസാണ് എങ്ങനെയാണ് ടീച്ചറായത്, പിന്നീട് എങ്ങനെയാണ് കോളേജിൽ പ്രൊഫസറായത് എന്നെല്ലാം. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയെ ഒരു മോട്ടിവേഷനായി കാണാം. എങ്കിൽ താമസിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. കുട്ടിക്കാലം മുതൽ ടീച്ചറാവുക എന്നത് എൻ്റെ ഒരു വലിയ മോഹമായിരുന്നു. കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോൾ പോലും ഞാൻ ടീച്ചറും അവരെല്ലാം എൻ്റെ സ്റ്റുഡൻസുമായിരുന്നു. തിരുനാവായ താമസിക്കുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു CBSE സ്കൂൾ വൃത്തിയാക്കാനായിട്ട് അവിടുത്തെ ആൻറ്റി തുറക്കുന്ന സമയത്ത് ഒരു പഴയ ഷോളൊക്കെ എടുത്ത് സാരിയായി ഉടുത്ത് വടിയും ചോക്കുമൊക്കെ ആയി അവിടുത്തെ ബ്ലാക്ക് ബോർഡിൽ എന്തൊക്കെയോ കുറിച്ചിട്ടത് ഇന്നും ഞാൻ ഓർക്കുന്നു. ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം എന്നൊക്കെ ആംബിഷൻസ് മാറി മാറി വരുന്ന ടൈമിൽ പോലും ഒരു ടീച്ചർ ആവുക എന്ന എൻ്റെ മോഹത്തിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ പഠിച്ചത് മലയാളം മീഡിയം സ്കൂളിൽ തന്നെയാണ്. നമ്മുടെ സ്റ്റേറ്റ് സിലബസ്. അതിലെനിക്ക് അന്നും ഇന്നും അഭിമാനം മാത്രമേ ഉള്ളൂ. ഇന്ന് ടീച്ചറായി പല CBSE സെൻട്രൽ സ്കൂളിലും ഇംഗ്ലീഷ് ടീച്ചറായി വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചപ്പോഴാണ് എനിക്ക് മാതാപിതാക്കളുടെ നിർബന്ധം മൂലം കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം ജീവിക്കുന്ന ചില കുട്ടികളെ കാണുമ്പോൾ എൻ്റെ സ്റ്റേറ്റ് സിലബസും അതുപോലെ സ്റ്റേറ്റ് സിലബസ് പുസ്തകങ്ങളോടും ക്ലാസ്സുകളോടും ബഹുമാനം തോന്നിയത്. ഞാൻ ഒരിക്കലും ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. ഗണിതം പോലെ ശത്രുത തോന്നിയ മറ്റൊന്നും എനിക്കില്ലായിരുന്നു. എന്നാൽ ഭാഷകൾ അതാണ് എൻ്റെ എല്ലാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയിലെല്ലാം ഞാൻ മറ്റാരെക്കാളും മുന്നിലായിരുന്നു. ഇപ്പോൾ തമിഴ്, തെലുഗു അടക്കം കുറച്ച് ഭാഷകൾ എനിക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇംഗ്ലീഷ്, മലയാളം എന്നിവയിൽ കഥകൾ, കവിതകൾ, എസ്സേയ്സ് എല്ലാത്തിനും സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും +2 എനിക്ക് സയൻസ് ഗ്രൂപ്പ് തന്നെ ലഭിച്ചു. മാത്രമല്ല, അന്ന് സയൻസ് ഗ്രൂപ്പ് എടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെ ആയിരുന്നല്ലോ. ആ 2 വർഷവും ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഓർഗാനിക് കെമിസ്ട്രി, ഓംസ് ലോ, ടൈട്രേഷൻ, സാൾട്ട് അനാലിസിസ് ഇവയെല്ലാം എൻ്റെ പേടി സ്വപ്നങ്ങളായിരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ കുറേ പാറ്റകളെ സോപ്പ് വെള്ളത്തിൽ മുക്കിക്കൊന്ന് കീറി മുറിച്ച് എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ ചെയ്തു. അതൊക്കെ എന്തിനായിരുന്നെന്ന് ഇന്നും എനിക്കറിയില്ല. ഇതൊന്നും പോരാതെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കേരള എൻട്രൻസ്, ഓൾ ഇന്ത്യ എൻട്രൻസ് എന്ന പേരിൽ കുറേ പ്രഹസനങ്ങൾ വേറെ. അതും എൻ്റെ ഉള്ളിൽ ടീച്ചർ എന്ന് ശപിച്ചതുകൊണ്ടായിരിക്കാം, അതെല്ലാം പൂർവാധികം ശക്തിയായി ഞാൻ പരാജയപ്പെട്ടു. അങ്ങനെ എൻ്റെ +2 വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായി എൻ്റെ ടീച്ചിങ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ പാരൻസിൻ്റെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി എനിക്ക് ഒത്തിരി വിദ്യാഭ്യാസം തരുന്നതിന് ഒരു വിലങ്ങ് തടി തന്നെയായിരുന്നു. അതിനാൽ ഉടൻ ഒരു ജോലിയാകട്ടെ എന്ന നിലയ്ക്കാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാൻ TTCക്ക് അഡ്മിഷൻ എടുത്തു. ടീച്ചിങ് എന്നത് എൻ്റെ സ്വപ്നമായതുകൊണ്ട് തന്നെ 2 വർഷത്തെ തീരാത്ത അസൈൻമെൻറ്റ്സ്, സെമിനാർസ്, റിപ്പോർട്ട്സ്, പ്രോജക്ട്സ്, വർക്കിംഗ് മോഡൽസ് ആൻഡ് സ്റ്റിൽ മോഡൽസ്, പിന്നെ കമ്മീഷൻ എല്ലാം എനിക്ക് ഒരു കേക്ക് വാക്ക് തന്നെയായിരുന്നു. സെമിനാർ, ചാർട്ട് വർക്ക് എല്ലാമായി ഉറങ്ങാതിരുന്ന എത്ര രാത്രികൾ. അന്നൊക്കെ ഒരു കട്ടൻ ചായയും ഉണ്ടാക്കി എൻ്റെ കൂടെ ഉറങ്ങാതെ കൂട്ടിരുന്ന എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സപ്പോർട്ടർ എൻ്റെ അച്ഛനെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ പഠിക്കണം, വലിയ ടീച്ചറാകണം എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു എന്നത് ഇവിടെ കുറിച്ചുകൊള്ളട്ടെ. എന്തായാലും ശരി, TTC ഞാൻ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായി ജോലിയിൽ ലഭിച്ചു. ഒട്ടും വൈകാതെ ഞാൻ അന്ന് ആദ്യമായി കേട്ടറ്റ് എക്സാം എന്നത് ഒരു ടീച്ചിങ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മാറി. 1,00,000 പേർ എഴുതി 9,000 പേർ പാസ്സായതിൽ ഒരാളാവാനും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സാധിച്ചു. അന്ന് LP സ്കൂൾ അധ്യാപികയായിരുന്ന എനിക്ക് ഈശ്വരാനുഗ്രഹവും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും
അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാൻ സാധിച്ചു. ഇതിനിടയ്ക്ക് തന്നെ BYKRHS, നുസ്രത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, MES സെൻട്രൽ സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലും LP തൊട്ട് ഹൈസ്കൂൾ ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ അധ്യാപനം തുടരാനും സാധിച്ചു. ഇതിനിടയിൽ പല ജീവിത സാഹചര്യങ്ങളും എൻ്റെ വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും വിലങ്ങുതടിയായെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന യൂണിവേഴ്സൽ പവർ എനിക്ക് തുണയായി നിന്നു. അങ്ങനെ ഞാൻ ആദ്യമായി സ്കൂൾ ടീച്ചർ പൊസിഷനിൽ നിന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പൊസിഷനിലേക്ക് നിയോഗിക്കപ്പെട്ടു. റിസൾട്ട് പോലും വരും മുമ്പേ കോയമ്പത്തൂരിലെ ഖദർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്നിൽ കാണിച്ച വിശ്വാസത്തിനും സപ്പോർട്ടിനും എൻ്റെ കൂപ്പുകൈ. എൻ്റെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ കാലഘട്ടം. ഒരു ലെക്ചറർ പോസ്റ്റിലേക്ക് എന്നെ എല്ലാ വിധത്തിലും പരുവപ്പെടുത്തിയ കലാലയം. അവിടെ നിന്ന് ഞാൻ എത്തിയത് കോട്ടയം നാട്ടകത്തുള്ള ഗുഡ് ഷെപ്പേർഡ് കോളേജിലേക്കായിരുന്നു. അന്നും ഇന്നും എൻ്റെ വീടെന്നോ തറവാടെന്നോ വിശേഷിപ്പിക്കാൻ ഉതകുന്ന ഒരിടം. അധ്യാപന ജീവിതത്തിലെ കുറേ പുതിയ അധ്യായങ്ങൾ എനിക്ക് മുന്നിൽ തുറന്നു കാട്ടിയൊരിടം. 3 വർഷവും അതിനുശേഷവും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്ന അവിടുത്തെ മാനേജ്മെൻറ്റിന് 1000 നന്ദി. ഈ കാലഘട്ടത്തിലാണ് ടീച്ചിങ് കരിയറിൽ ഒരു ബ്രേക്ക് എടുക്കാമെന്നോർത്ത് IELTS ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എക്സാം ഓവറോൾ 7 ബാൻഡിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് കാനഡയിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചത്. എന്നാൽ അധ്യാപനമാണ് എൻ്റെ ഉപജീവനമെന്ന് ഉറപ്പിക്കും വിധം അവിടെയും തടസ്സങ്ങൾ മാത്രം. അതിനുശേഷമാണ് നെറ്റ് എക്സാം എന്നൊരു വലിയ കടമ്പയിലേക്ക് ഞാൻ കടന്നത്. എൻ്റെ സിസ്റ്റർ വാങ്ങിത്തന്ന 40ഓളം വരുന്ന ബുക്സും കോച്ചിങ്ങും ഒക്കെയായി 6 മാസത്തോളം കഷ്ടപ്പെട്ട് പഠിച്ചു. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എല്ലാ ചോദ്യങ്ങൾക്കും മണി പോലെ ആൻസേഴ്സ് വിളിച്ചു പറഞ്ഞ് എനിക്ക് JRF കിട്ടുമെന്ന് വരെ ഫ്രണ്ട്സും ടീച്ചേഴ്സും പ്രവചിച്ചു. എന്നാൽ എല്ലാവരുടെയും പ്രവചനം തെറ്റിച്ചുകൊണ്ട് 97 കട്ട് ഓഫ് ഉണ്ടായിരുന്ന റിസൾട്ടിൽ 96 വാങ്ങിയിട്ടും ഞാൻ പരാജയപ്പെട്ടു. ഈ ലോകം മുഴുവൻ തലകീഴായി മറിയുന്നതായി തോന്നിയ നിമിഷം. അപ്പോഴും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്ന എൻ്റെ ഫാമിലിക്ക് 1000 നന്ദി. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ ടീച്ചർമാർ പറയേണ്ടത്. അടുത്തതായി PhD എന്ന മോഹവുമായി ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ സെറ്റ് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്ത് PhD എൻറോൾമെൻറ്റ് നേടി. കൂടെ തന്നെ വീണ്ടും കോയമ്പത്തൂർ യുണൈറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോയിൻ ചെയ്തു. ജീവിതത്തിലെ മനോഹരമായ അടുത്ത 1 വർഷം കൂടുതൽ പഠിച്ചു, അതിലേറെ പഠിപ്പിച്ചു, സ്നേഹിച്ചു. അതിനിടയിലാണ് അടുത്ത വിവാഹം എന്ന പരീക്ഷ. അങ്ങനെ അതും ക്ലിയർ ചെയ്ത് ഇന്ന് പ്രഗ്നൻസി എന്ന പരീക്ഷയിൽ വന്ന് നിൽക്കുന്നു. ഈ സാഹചര്യത്തിലും അതെ, ഞാൻ ടീച്ചർ തന്നെയാണ്. ഞാൻ അധ്യാപനം തുടരുന്നു. സ്പീക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട്. വിദ്യാഭ്യാസം അവസാനിക്കുന്നില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഓരോ അനുഭവങ്ങളും പരാജയങ്ങളും പഠനം തന്നെയാണ്. ചെറിയ പരാജയങ്ങളും തടസ്സങ്ങളും മുന്നോട്ടുള്ള യാത്രയുടെ മോട്ടിവേഷനായി എടുക്കണം. കാരണം പണ്ട് A+കളുടെ എണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ വല്ല ടൈലറിങ്ങിനും പോകാൻ പറഞ്ഞ എൻ്റെ ഒരു ബഹുമാനപ്പെട്ട അധ്യാപകനെ ഇന്നും ഞാൻ സ്മരിക്കുന്നു. ഒന്നും ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു. ടീച്ചിങ് എന്ന പാഷൻ മുറുകെ പിടിച്ച് 1ാം ക്ലാസ് മുതൽ ഗ്രാജുവേഷൻ വരെയുള്ള ഒത്തിരി പേരെ പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഇന്ന് അവരെല്ലാം പഠിച്ച് ഉയർന്ന മാർക്ക് വാങ്ങി നല്ല ജോലിയിൽ കയറി കഴിയുമ്പോൾ ഒരു വിളിയുണ്ട്, ടീച്ചറെ എനിക്ക് ജോലി കിട്ടി, താങ്ക് യു സോ മച്ച് എന്ന്. എൻ്റെ സാറേ, അവിടെയാണ് എന്നിലെ ടീച്ചർ ഫസ്റ്റ് റാങ്കോടെ പാസ്സാകാറുള്ളത്. ഇന്നും എൻ്റെ സമ്പത്ത് വിദ്യാർത്ഥികൾ തന്നെയാണ്. വർഷങ്ങൾ കഴിഞ്ഞും അവരെന്നോട് കാണിക്കുന്ന സ്നേഹം മാത്രമാണ്. അവസാനമായി ഒന്നുകൂടെ പറയട്ടെ, നെറ്റും PhDയും നിർഭാഗ്യവശാൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അന്നും ഇന്നും ഇംഗ്ലീഷ് ടീച്ചറായും പ്രൊഫസറായും ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായും എന്നെ എലിജിബിളാക്കിയത് നിസ്സംശയം പറയാം ഭാഷയോടുള്ള, ഇംഗ്ലീഷിനോടുള്ള എൻ്റെ അടങ്ങാത്ത സ്നേഹം തന്നെയാണ്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തന്നെയാണ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് പല PhD ഹോൾഡേഴ്സായ ഡോക്ടേഴ്സിനേക്കാളും നെറ്റ് ക്വാളിഫൈഡ് ലെക്ചറേഴ്സിനേക്കാളും ഒരു പരിധിവരെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ എന്നെ സഹായിക്കുന്നത്. എനിക്കിത് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്ന ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങൾക്കും എൻ്റെ ഗുരുനാഥന്മാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും 1000 നന്ദി. ഓർക്കുക, വിദ്യാദാനം സർവ്വധനാൽ പ്രധാനം. വീഡിയോ ഇഷ്ടമെങ്കിൽ